കോർണർ ഫുട്ബോളിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നാണ് ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ പുതിയ ഫോർമാറ്റിലെ ആ ഒരു ഫൈനൽ നടക്കാൻ പോകുന്നത്. ഇതാണ് ലൂച്ചയുടെ PSG-യും എൻജോയുടെ ചെൽസിയും തമ്മിലാണ് ഇന്ന് ഏറ്റുമുട്ടാൻ പോകുന്നത്. ആരായിരിക്കും വിജയം? ലൂച്ചയുടെ ആ മോൺസ്റ്റർ പ്രസ്സിങ്ങിനെ മറികടന്ന് ചെൽസിക്ക് വിജയിക്കാൻ സാധിക്കുമോ? എല്ലാവരുടെ ഉള്ളിലും ഉൾത്തിരിഞ്ഞു വരുന്ന ഒരു ചോദ്യമാണ്. ലൂച്ചയുടെ പിള്ളേരെ തകർക്കാൻ ചെൽസിയുടെ പിള്ളേർക്ക് സാധിക്കുമോ? കാരണം PSG തോൽപ്പിച്ചത് മറ്റാരുമല്ല, ലോകത്തിലെ എണ്ണം പറഞ്ഞ വമ്പൻ ക്ലബ്ബുകളായ ബയേൺ മ്യൂണിക്കിനെയും റയൽ മാഡ്രിഡിനെയും തോൽപ്പിച്ചുകൊണ്ടാണ് PSG ആ ഒരു ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. ചെൽസി സെമിഫൈനൽ ബ്രസീലിയൻ ക്ലബ്ബായ ഫ്ലുമിനൻസിനെ തോൽപ്പിച്ചുകൊണ്ടാണ് ആ ഫൈനലിലേക്ക് പ്രവേശിച്ചത്. പക്ഷെ ചെൽസിക്ക് ഫ്ലുമിനൻസ് പോലെ അല്ല PSG. അപ്പം ചെൽസിയുടെ യഥാർത്ഥ ടെസ്റ്റാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഡിസേർഡോ, കോറസ്കിലിയ, ഡെംബലെ അടങ്ങുന്ന ആ ഒരു ത്രയത്തിനെ തടുക്കാൻ സാധിക്കുമോ ചെൽസിയുടെ ഡിഫൻഡേഴ്സിന്? അവരുടെ ക്യാപ്റ്റൻ റീസ് ജെയിംസ് ഇന്ന് കളിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കോൾവെല്ല് ഫസ്റ്റ് ലൈവ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അവരുടെ ലൈനപ്പ് നോക്കുകയാണെങ്കിൽ ഒരു ശക്തമായൊരു ലൈനപ്പ് തന്നെയാണ് ചെൽസിക്കും ഉള്ളത്. പക്ഷെ അതിനെ എത്രമാത്രം എഫക്റ്റീവ് ആവും, എത്രമാത്രം PSG പോലത്തെ ഒരു മോൺസ്റ്റർ പ്രസ്സിംഗ് നടത്തുന്ന ഒരു കംപ്ലീറ്റ് ഫുട്ബോൾ കളിക്കുന്ന ഒരു ടീമിനെതിരെ എത്രമാത്രം പിടിച്ചു നിൽക്കാൻ സാധിക്കും എന്ന് നമുക്ക് കാണേണ്ടതാണ്. അത് നമുക്ക് വിലയിരുത്തേണ്ടതാണ്. കാരണം ഫ്ലുമിനൻസിനെതിരെ ചെൽസി ആ ഒരു സ്പേസ് കൊടുത്തതുപോലെ PSG കൊടുക്കുകയാണെങ്കിൽ തലവേദന സൃഷ്ടിക്കും. ചെൽസിക്ക് ഒരുപാട് തലവേദന സൃഷ്ടിക്കും. അപ്പം ചെൽസിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അങ്ങോട്ട് ചെന്ന് പ്രസ് ചെയ്യണം. ഒരു ലോ ബ്ലോക്ക് ഇട്ടുള്ള കളി ഒരിക്കലും സാധ്യമല്ല. കാരണം കഴിഞ്ഞ റയൽ മാഡ്രിഡിലെ മാച്ചിൽ അവർക്ക് ഏറ്റവും കൂടുതൽ തെറ്റുപറ്റിയത് അതാണ്, പ്രസ്സിങ്ങേ ഇല്ലായത്. പക്ഷേ ഡെംബെല്ലെ സഹിതം വന്ന് PSG അടുക്കുന്നത് ഡെംബെല്ലെ സഹിതം വന്ന് പ്രസ് ചെയ്തു. കാരണം ആ രണ്ട് ഓപ്പണിൽ ആ 2 ഗോളും വന്നത് അങ്ങനെയാണ്. അവരുടെ മൂന്നാമത്തെ ഗോൾ അവർ കളിക്കുന്നതിന് ഒരുമാതിരി ഗെയിം കളിക്കുന്ന ലാഘവത്തോടെയാണ്, ഒരു സിമ്പിൾ ആയിട്ടാണ് ഫുട്ബോളിനെ കളിക്കുന്നത്. അതാണ് ലൂച്ച അങ്ങനെ ആക്കിയെടുത്തതാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു ഇതിൽ പറഞ്ഞു, എനിക്ക് 40 ഗോൾ അടിക്കുന്ന ഒറ്റ ആളല്ല വേണ്ടത്, എനിക്ക് 10 ഗോൾ അടിക്കുന്ന ഒരു 4 പേരെയാണ് വേണ്ടത്. അതുപോലെ തന്നെ ഒരു ടീമായിട്ട് ഒരു ഒത്തണക്കത്തോടു കൂടി ഒരാളെ നോക്കിയാൽ പറ്റൂല, അവിടെ ഒരു ടീമിനെ തന്നെ നോക്കണം. PSG ആ കളി നോക്കുകയാണെങ്കിൽ സെൻട്രൽ മിഡ്ഫീൽഡേഴ്സും ആ ഒരു ഗോളി മാത്രമേ ആ ഒരു 24 യാർഡ് സർക്കിളിൽ അങ്ങനെ നിൽക്കുകയുള്ളൂ. ബാക്കി എല്ലാവരും അവരുടെ പൊസിഷൻ മറന്ന് അവർ ഫ്രീഡമായിട്ടാണ് PSG വേണ്ടി അവർ കളിക്കുന്നത്. അതാണ് ലൂച്ച നൽകിയ സ്വാതന്ത്ര്യം. അതുപോലെയാണ് കളിക്കേണ്ടത്. പക്ഷെ അവർ ഓരോ പൊസിഷൻ മാറുമ്പോഴും ആ ഒരു പൊസിഷനിൽ മറ്റൊരാൾ വന്ന് അതിന് കവർ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ റയൽ മാഡ്രിഡുമായിട്ടുള്ള കളിയിൽ അങ്ങനെയാണ്. കാരണം ഹക്കീമി റൈറ്റ് വിങ്ങറായിട്ട് കളിച്ച സമയത്ത് അവിടെ വിറ്റീനിയ വന്ന് റൈറ്റ് ബാക്ക് ആയിട്ട് അവിടെ അത് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ന്യൂസ് ലെഫ്റ്റ് വിങ്ങറായിട്ട് കളിക്കുന്നു. അവിടെ കവർ ചെയ്യാൻ വേണ്ടി കോർസ്കിലി ഇറങ്ങി കളിക്കുന്നു. അതാണ് അവരുടെ ഒത്തിണക്കം, അവരുടെ കെമിസ്ട്രി, അവർ കാണിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ആ കളിയിലെ ആ ഒരു കോമ്പിനേഷൻ, അതാണ് PSG വിജയം. അതുപോലെ കളിക്കാൻ ചെൽസിക്കും സാധിക്കണം. ചെൽസിക്ക് ഒരിക്കലും ലോ ബ്ലോക്ക് ഇട്ട് കളിച്ചാൽ അവിടെ വിജയിക്കില്ല. അങ്ങോട്ട് ചെന്ന് പ്രസ് ചെയ്യണം. ബയേൺ മ്യൂണിക്കിന് ഏറ്റവും കൂടുതൽ ഒരു 50% പിടിച്ചെന്ന് അങ്ങനെയാണ്. കാരണം മാൻ ടു മാൻ മാർക്കിംഗ് ആണ് ബയേൺ മ്യൂണിക്ക് നടത്തിയത്. അതുപോലെ ഒരുവിധം അതിലൂടെ അവർക്ക് കുറച്ച് അറ്റാക്ക്, കുറച്ച് മൂവ്മെന്റുകൾ അവരെ കൊണ്ട് നേടാൻ സാധിച്ചു. പക്ഷേ റയൽ മാഡ്രിഡിന് അങ്ങനെ ഒരു പ്രസ്സിങ്ങെ അവരെ കൊണ്ട് നടത്താൻ സാധിച്ചില്ല. അതാണ് റയൽ മാഡ്രിഡിനെ പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. പക്ഷെ അത് ഒരിക്കലും ചെൽസി നടത്താൻ പാടില്ല. അങ്ങോട്ട് ചെന്ന് പ്രസ് ചെയ്യണം. ബോൾ കൺട്രോൾ ചെയ്യാൻ എത്രമാത്രം ബോൾ കൺട്രോൾ ചെയ്യാൻ സാധിക്കുമോ അത്രമാത്രം കൺട്രോൾ ചെയ്യാൻ സാധിക്കണം. അപ്പം അവിടെ കെയ്സിയുടെയും അതുപോലെ തന്നെ എൻജോയ് തന്നെയാണ് അവരുടെ ഏറ്റവും കൂടുതൽ വലിയ ബലം. അതുപോലെ തന്നെ പാൽമേറിന്റെ ആ ഒരു ടെക്നിക്ക് കൂടെ ആകുമ്പോൾ ചെൽസിക്ക് കളി നിയന്ത്രിക്കാൻ സാധിക്കും. അവരെ കൊണ്ട് നിയന്ത്രിക്കാൻ സാധിക്കണം. എങ്കിൽ മാത്രമേ PSG പോലത്തെ ഒരു ടീമിനോട് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഒരാളെ മാത്രം നോക്കിയാൽ പോലെ ഒരൊറ്റ ഫുൾ ടീമിനെ നോക്കണം. അതുപോലെ തന്നെ വിങ് ബാക്കുകൾ, PSG 2 വിങ് ബാക്കുകൾ, അഷ്റഫ് ഹക്കീമിയും നൂനോ മെൻഡസ് ഒരുപോലെ ഡിഫൻഡും ഒരുപോലെ അറ്റാക്കിങ്ങിലും ഒരുപോലെ കോർഡിനേറ്റ് ചെയ്യാൻ സാധിക്കുന്ന 2 താരങ്ങൾ, 2 ഗണ്ണുകളാണ് PSG സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. കാരണം ഹക്കീമി കഴിഞ്ഞ സീസണിൽ പോയ സീസണിൽ തന്നെ 10 ഗോൾ കൂടുതൽ സ്കോർ ചെയ്തു, അസിസ്റ്റ് ചെയ്തു, ഒരുപോലെ ഡിഫെൻഡ് ചെയ്തു. അതുപോലെ തന്നെ നൂനോ മെൻഡസ് ലൈൻ ബ്രേക്ക് ചെയ്ത പാസുകൾ, അതുപോലെ തന്നെ ഡ്രിബിൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു ലെഫ്റ്റ് ബാക്കാണ് നൂനോ മെൻഡസ്. ഒരുപോലെ ലോകോത്തര താരങ്ങളെ പോക്കറ്റിലാകിയ താരം. അപ്പം കുക്കറല്ല റീസ് ജെയിംസിന് തലവേദനയാണ് കോറസ്കിലയും ഡിസൈഡോയും. അതുപോലെ തന്നെ തലവേദനയാണ് ഹക്കീമിയും നൂനോ മെൻഡസും. അതുപോലെ തന്നെ നൂനോ മെൻഡസിന് ഹക്കീമിക്ക് ഒരുപോലെ തലവേദനയാണ് പെഡ്രോ നെറ്റോ. ഹാർഡ് വർക്ക് ചെയ്യുന്ന പ്ലെയറാണ് പെഡ്രോ നെറ്റോ. ഒരുപോലെ കോറസ്കിലി എങ്ങനെയാണോ PSG കളിക്കുന്നത് അതുപോലെ തന്നെ ക്വാളിറ്റിയുള്ള പ്ലെയറാണ് പെഡ്രോ നെറ്റോ. അപ്പം ചെൽസിയുടെ ലൈനപ്പ് നോക്കുകയാണെങ്കിൽ ക്യാപ്റ്റൻ റീസ് ജെയിംസ് തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. സാഞ്ചസ് ഗോൾ കീപ്പർ ആയിരിക്കാം.
കോൾവെൽ തിരിച്ചു വരാം. അതുപോലെ തന്നെ റീസ്റ്റെയിൻസ് കോൾവെൽ, ചലാബോ, അതുപോലെ തന്നെ കുക്കറല്ല. പിന്നെ മിഡ്ഫീൽഡ് നോക്കുകയാണെങ്കിൽ അവരുടെ മെയിൻ മിഡ്ഫീൽഡ് തന്നെയാണ് കൈസീഡോ, എൻസോ, പാൽമർ അടങ്ങുന്ന മിഡ്ഫീൽഡും. പിന്നെ പെഡ്രോ നെറ്റോ എന്തായാലും കാണും. ജാവോ പെഡ്രോ ഇറങ്ങാൻ സാധ്യതയുണ്ട്. എൻകൂവിന്റെ ഫോമിൽ മാത്രമേ സംശയമുള്ളൂ. എൻകൂനോ ആണോ അതോ ഇനിയിപ്പം വേറെ ആരെങ്കിലും ഇറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പം നിക്കോളസ് ജാക്സൺ എന്തായാലും ഫസ്റ്റ് 11 ഇറങ്ങാൻ സാധ്യത. കാരണം ഫ്ലുമിനൻസുമായിട്ടുള്ള മാച്ചിൽ സെൽഫിഷ് ആയിട്ടുള്ള ഒരുപാട് മൊമെന്റുകൾ അദ്ദേഹത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് ഉണ്ടായിരുന്നു. കോൾ പാൽമറിന് ഈസിയായിട്ട് ഗോൾ നേടാനുള്ള ചാൻസ് ഒക്കെ സ്വന്തമായിട്ട് അങ്ങ് അടിച്ചു കയറ്റാൻ നോക്കി. അതൊക്കെ PSG കാണിക്കുകയാണെങ്കിൽ ഒരുപാട് വില കൊടുക്കേണ്ടി വരും എന്തായാലും. അപ്പൊ എന്തായാലും നിക്കോളസ് ജാക്സണിന് ഇറങ്ങാൻ ചാൻസ് ഇല്ല. ഒന്നുകിൽ ജാവോ പെഡ്രോ, എൻകൂണോ ഇറങ്ങാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ജാവോ പെഡ്രോ, ലിയോൺ ഡെലപ്പ് ഇറങ്ങാനും സാധ്യതയുണ്ട്. അപ്പം PSG സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ ഡിഫൻഡറായ പാച്ചയും ഹെൻഡാഡസും ഇതേപോലെ 2 കളി ബാനുണ്ട്. അപ്പം ബരേൽഡോ കഴിഞ്ഞ കളി റൈമാൻഡിന് എതിരെ ഇറങ്ങിയിട്ട് പോലും സൂപ്പർ ആയിട്ടാണ് ഡിഫെൻഡ് ചെയ്തത്. അപ്പം അഷ്റഫ് ഹക്കീമി, മാർക്കീനസ്, ബരേൽഡോ, ന്യൂനോ മെൻഡിസ് ബാക്ക് ലൈൻ, ഡൊണുറാമ ഗോൾ കീപ്പർ. അവിടെ ലോകത്തിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് മിഡ്ഫീൽഡായ ന്യൂവസ്, വിറ്റീനിയ, ഫാബിയൻ റൂയിസ് അടങ്ങുന്ന മിഡ്ഫീൽഡും ഡിസേഡോ, കോറസ്കിലിയ, എംബാപ്പെ, ഡെംബെല്ലെ അടങ്ങുന്ന ആ ഒരു അറ്റാക്കേഴ്സ് കൂടെ ആകുമ്പോൾ ചെൽസി ഒന്ന് കരുതിയിരിക്കണം. ഒരിക്കലും ലോ ബ്ലോക്ക് ഇട്ട് കളിക്കാൻ നോക്കല്. മാൻ ടു മാൻ മാർക്കിംഗ് വേണം, ഹൈ പ്രസ്സിങ് വേണം, ബോൾ കൺട്രോളിങ് വേണം. ഇതൊക്കെ ചെയ്താൽ മാത്രമേ PSG അടുക്കൽ പിടിച്ചു നിൽക്കാനെങ്കിലും ചെൽസിയെ കൊണ്ട് സാധിക്കും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോഴും ഏറ്റവും കൂടുതൽ ചാൻസ് അത് PSG തന്നെയാണ്. കാരണം വൺ ഓഫ് ദ ബെസ്റ്റ് ടീം, വൺ ഓഫ് ദ ബെസ്റ്റ് പാസിംഗ്, ഡമ്മി പാസുകൾ, ആ പാസിങ്ങിന്റെ ആക്യുറസി, പ്രിസിഷനൊക്കെ കാണണം. കാരണം കഴിഞ്ഞ കളി നമ്മൾ റൈമാൻഡുമായിട്ടുള്ള കളി കണ്ടതാണ്. റൈമാൻഡ് മൊത്തത്തിൽ വെള്ളം കുടിച്ചതെന്ന് വേണം പറയാം. ആ പാസിങ്ങൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെടുന്ന ആ പാസിങ്ങാണ്. കാരണം കളിയെ ഒരുമാതിരി എന്ത് പറയാം, ഒരു ഗെയിം മോഡലൊക്കെയാണ് PSG കളിക്കണമെന്ന് നടക്കുന്നത്. ആ 3ാമത്തെ ഗോൾ ഒരു 1.5 ഗോൾ, അവരുടെ മൂവ്മെന്റുകൾ, ന്യൂസും അത് ഒരുപോലെ സ്കോർ ചെയ്യാൻ സാധിക്കുന്ന മിഡ്ഫീൽഡ് ചെയ്തു. ആള് പൊക്കം കുറവാണെങ്കിലും പോലും ഒരുപോലെ ഹെഡ് ചെയ്ത് ഗോളാക്കാൻ കഴിയുന്ന താരമാണ് ന്യൂസും. വിറ്റീനിയും ഫാബിയൻ റൂയിസ് കഴിഞ്ഞ 2 ഗോൾ അടിച്ചു. അപ്പൊ എല്ലാരെയും ചെൽസി ഒരുവിധം PSG എല്ലാ ടീമിനെയും എല്ലാ പേരെയും ചെൽസി ഭയക്കേണ്ടതുണ്ട്. ഇനിയിപ്പം സെക്കൻഡ് ഹാഫിൽ ഇറങ്ങാൻ സാധിക്കുന്ന ബാർക്കോളിനെ വരെ ഭയക്കണം. അതുപോലെ തന്നെ ഗോൺസാലോ റാമോസിനെ വരെ ഭയക്കണം ചെൽസി. ഇപ്പൊ നിലവിൽ പെഡ്രോ നെറ്റോ, ജാവോ പെഡ്രോ, എൻകൂനോ അവരുടെ അറ്റാക്കിംഗ് ത്രയം. അപ്പോൾ മിഡ്ഫീൽഡ് പാൽമറിന്റെ ആ ഒരു വിഷനും ആ ഒരു ടെക്നിക്കും എന്തായാലും ചെൽസിക്ക് വേണ്ടി വരും. കൈസിയുടെയും എൻസോയുടെയും ഒരു മിഡ്ഫീൽഡിന്റെ ആ ഒരു തന്ത്രങ്ങളും ചെൽസിക്ക് വേണ്ടി വരും. സാഞ്ചസിന് PSG അറ്റാക്കേഴ്സുകളെ തടുക്കാനുള്ള ആ ഒരു പ്രാപ്തി കൊടുക്കണേ ദൈവമേ എന്ന് വരെ ചെൽസിയുടെ ആരാധകർ പ്രാർത്ഥിക്കേണ്ടി വരും. കാരണം അമ്മാതിരിയാണ് PSG. ഒരു മെസ്സിയും എംബാപ്പയും അതേപോലെ തന്നെ നെയ്മറും റാമോസും നിന്നൊക്കെ സമയത്ത് പേടിച്ച PSG ഇപ്പോഴത്തെ പിള്ളേർ ഒരുപോലെ ടീമായിട്ട് കളിക്കുന്ന പിള്ളേരാണ്. ആ പിള്ളേർ എന്തായാലും ചെൽസി പേടിയാണ്. ചെൽസിക്കും ഒട്ടും ക്വാണ്ടിറ്റിക്കും ചെൽസിക്ക് ഒട്ടും കുറവില്ല. അവർ ഇതേപോലെ ടീമായിട്ട് കളിക്കേണ്ടി വരും, ഒരു ഒത്തിണക്കത്തോടെ കളിക്കേണ്ടി വരും, ബോൾ കൺട്രോൾ ചെയ്ത് കളിക്കേണ്ടി വരും. എങ്കിൽ മാത്രമേ PSG അവർക്ക് പിടിച്ചു നിൽക്കാനും വിജയിക്കാനും സാധിക്കും. വിജയിക്കാൻ പറ്റും. ഒരിക്കലും ഒരാളെ പ്രതീക്ഷിച്ച് കളിക്കാൻ പാടില്ല, ഒരു ടീമായിട്ട് തന്നെ കളിക്കണം. അപ്പം എന്തായിരിക്കും നിങ്ങളുടെ സ്കോർ? എൻ്റെ ഇതിൽ PSG തന്നെയാണ് ഏറ്റവും കൂടുതൽ ചാൻസ്. നിങ്ങളുടെ സ്കോർ എന്തായിരിക്കുമെന്ന് ഇത് പ്രിഡിക്ഷൻ എന്തായിരിക്കുമെന്ന് താഴെ കമന്റിലൂടെ അറിയിക്കാം. അപ്പോൾ നമുക്ക് കളി കഴിഞ്ഞ് പുതിയ വീഡിയോയിൽ കാണാം. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരേക്കും നമസ്കാരം.